ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ കരുതാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, നമ്മൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: ഹൗസ് കീപ്പിംഗ് ബിൽഡ്സ് സെൽഫ് റിലയൻസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹാർമണി വിത്ത് ലൈഫ്. ഗൃഹപരിപാലനം എന്നത് വീട് വൃത്തിയാക്കൽ മാത്രമല്ല, അത് സ്വയം പര്യാപ്തത, ഉത്തരവാദിത്വം, അച്ചടക്കം, സഹകരണം, പ്രകൃതിയോടുള്ള ബഹുമാനം എന്നിവ വളർത്തുന്ന അടിസ്ഥാന ജീവിത നൈപുണിയാണ്. ഒളിമ്പസ് ദർശനപ്രകാരം പുറത്തെ ക്രമം ഉള്ളിലെ ക്രമത്തിന്റെ പ്രതിഫലനമാണ്. സ്വന്തം ജീവിത സ്ഥലത്തെ പരിപാലിക്കാൻ പഠിക്കുന്ന കുട്ടികൾ സ്വന്തം ജീവിതത്തെയും സമൂഹത്തെയും പ്രകൃതിയെയും കരുതുന്ന ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി വളരും. ഇതാണ് ഇന്നത്തെ വിഷയം. സാധാരണ രീതിയിൽ വ്യക്തിജീവിതവുമായിട്ട് എല്ലാവരും കണക്ട് ചെയ്യാത്ത ഒരു കാര്യമാണിത്. എല്ലാവരും കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് സെർവൻസിന്റെ പണിയാണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പലർക്കും മനസ്സിലാകാറില്ല. ഹൗസ് കീപ്പിംഗിന്റെ ഒരു പാറ്റേൺ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് എന്നുവെച്ചാല് നമ്മുടെ ജീവിതത്തില് വീട്ടില് കാര്യങ്ങളെല്ലാം ചിട്ടയായിരിക്കണം, മുറ്റം തൂത്തുവായിട്ടിട്ടുണ്ടാവണം, പിന്നെ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാല് ബെഡ് ക്ലിയർ ആക്കി വെക്കണം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ നമ്മൾ ചെറിയ കാലം മുതൽ തന്നെ വീട്ടിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ, എന്റെ ടൂൾ ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പോഴത്തെ ഒരു ആക്സസിന് സൗകര്യത്തിന് അതിങ്ങനെ ചിതറി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് തിരിച്ച് ഒതുക്കി വെക്കാത്തതിന് പലപ്പോഴും എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാറുണ്ട്. അപ്പൊ ഇത് ഒതുക്കി വെക്കാത്തതിന്റെ എന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഡയറക്ട്ലി ഓൾവേസ് ഇത് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒബ്സർവേഷനിൽ ഈ സംഭവം ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒബ്സർവേഷനിൽ ആക്സസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് മറ്റുള്ളവർക്ക് കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിൽ ഈ സംഭവം ക്ലിയർ ആവുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പരിശീലനങ്ങളിലൂടെ ചെറിയ കാലത്ത് ഞാൻ കടന്നു പോയിട്ടുള്ള ഇതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഒരിക്കൽ ഓറോവില്ല് ഈ സാധന ഫോറസ്റ്റിൽ പോയിട്ട് താമസിക്കുന്നത്. അവിടെ ഓല കൊണ്ടുള്ള കാപ്സൂളുകളിലാണ് നമ്മൾ താമസം. വമ്പൻ കാപ്സൂളുകളാണ് എന്ന് വെച്ചാൽ ഒരു 3 നില 4 നില കെട്ടിടത്തിന്റെ പൊക്കത്തിലുള്ള വമ്പൻ കാപ്സൂളുകളാണ് അവിടെ ഉള്ളത്. അപ്പോ ആ ക്യാപ്സൂളുകളിൽ താമസിച്ച് പോകുമ്പോഴാണ് വോളണ്ടിയറിംഗിൽ പങ്കെടുക്കാനാണ് അവിടെ നമ്മൾ നിൽക്കുന്നത്. വോളണ്ടിയറിംഗ് ചെയ്യുന്നതിൽ വൃക്ഷസസ്യങ്ങളെ നട്ടുവളർത്തുക, അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് സാധന ഫോറസ്റ്റിന്റെ പരിപാടി. അപ്പൊ അതിനുവേണ്ടി അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ വോളണ്ടിയർ ചെയ്യുന്നതിലെ 50% പേരെ മാത്രമാണ് ഈ വൃക്ഷസസ്യങ്ങളുടെ പരിപാലനത്തിനായിട്ട് വിട്ടിരുന്നത്. അതിൽ ഒരു ടീം അവിടെ വന്നിരിക്കുന്ന ആളുകളെ കുക്ക് ചെയ്യുന്നതിന്, ഒരു കൂട്ടർ ക്ലീൻ ചെയ്യുന്നതിന്, ഒരു കൂട്ടർ നഴ്സറി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒക്കെ ആയിട്ട് പോകും. മറ്റൊരു കൂട്ടർ, അതിന് 10% ആളുകളെ അവരുപയോഗിച്ചിരുന്നത് ഹൗസ് കീപ്പിങ്ങിനാണ്. അപ്പോ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ ബെഡെല്ലാം എല്ലാവരും അവരവർ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. സാധാരണ രീതിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് പോലെ അല്ല സാധന ഫോറസ്റ്റിലെ ഓല കൊണ്ടുള്ള കുറെ കുടിലുകൾ. അവിടെ എന്ത് കീപ്പ് ചെയ്യാനാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. കാരണം ബെഡ് കൃത്യമാക്കി വെക്കുക, മറ്റേ ലോണ്ടറി എല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ കണക്കാക്കിയിരുന്ന ആ ഹൗസ് കീപ്പിങ്ങിന് പകരം അവിടെ അവര് ഓരോ കെട്ടിടത്തിന്റെയും ഓരോ മൂലയും, കെട്ടിടത്തിന്റെ താഴത്തെ മൂലയല്ല മുകളിലെ മൂല, ഓലയുടെ ഉപരിതലം, ഓലയുടെ താഴ്വശം, കെട്ടിയ കയറുകളുടെ ഉറപ്പ്, അതുപോലെ തന്നെ ഈ എവിടെങ്കിലും ഈ മറ്റേ ഉറവൻ കുത്തുന്ന പരിപാടി മുളയിൽ ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങള് ഓരോ ദിവസവും ആ ഒരു ടീം, പിറ്റേ ദിവസം ടീം മാറും. അപ്പൊ അതായത് അന്നത്തെ നിയുക്ത ടീം ഓരോ ദിവസവും ഓരോ കെട്ടിടത്തിലെയും ഓരോ ഭാഗവും പരിശോധിക്കുന്നൊരവസ്ഥ കണ്ടു. ഇപ്പോ വീട്ടിന്റെ മെയിന്റനൻസ് എന്ന് പറയുന്നത് ആനുവൽ മെയിന്റനൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
പിന്നെ തൂത്തുവാരുന്നത് വീട്ടിലെ സർവൻസിന്റെ പണിയായിട്ട് അതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ മൂലയും ഓരോ ദിവസവും പരിശോധിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതി ഞാൻ അവിടെ നിന്നാണ് കണ്ടത്. അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിന്റെ പ്രാധാന്യം ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. പ്രത്യേകിച്ചും ഓല കൊണ്ടുള്ള ഒരു കെട്ടിടത്തിൽ അത് ഡെയിലി ചെയ്യേണ്ടതാണെന്ന്. ഓല കൊണ്ടുള്ള കെട്ടിടത്തിൽ ഡെയിലി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ സാധാരണ കെട്ടിടങ്ങളിൽ നമ്മളെ കൊണ്ടുവരികയാണെങ്കിൽ, സാധാരണ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം, സാധാരണ ടേബിളുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഒളിമ്പസിന്റെ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ വിശകലനം ചെയ്തത് ഏതാണ്ട് ഒരു 20 വർഷം മുമ്പാണ് ഈ സംഭവം. പക്ഷെ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ്. നമ്മൾ ആധുനിക കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഈ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു പ്രക്രിയ അറിയില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കള് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ കാണുന്നില്ല എന്നുള്ളത്. കാണാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിച്ചത് ടിവിയിലും പിന്നെ ശ്രദ്ധിച്ചത് മൊബൈലിലുമാണ്. മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്തിട്ടുള്ളത് ഈ വിഷ്വൽ മീഡിയയിലാണ്. ഇത് കണ്ടു വളർന്ന കുട്ടികൾ അവരുടെ ദൗത്യം എന്ന് പറയുന്നത്, ജന്മദൗത്യം എന്ന് പറയുന്നത് ഇത്തരം മീഡിയകളിലൂടെ തനിക്ക് വെളിയിലുള്ള സ്ഥലത്തെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില കുട്ടികളുണ്ട്, ആ കുട്ടികള് അച്ഛനും അമ്മയായിട്ടും വലിയ വിനിമയമൊന്നും ഉണ്ടാവില്ല, വീട്ടിലുള്ളവരുമായിട്ട് വലിയ വിനിമയമൊന്നും ഉണ്ടാവില്ല. അവർ ഫോണിലൂടെ മറ്റുള്ളവരെ ആക്സസ് ചെയ്യുന്നതിനായിരിക്കും താല്പര്യം. ഈ കുട്ടികൾ വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ആക്സസ് നമ്മളോടാവും. ഫോണിൽ വിളിച്ച് നമ്മളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പലതും ഇങ്ങനെ നിമിഷം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുക, കുട്ടികൾ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ആ ബന്ധം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നും അപ്പുറത്തെ പോർട്ടലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ് അവർ പിന്തുടരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വെളിയിൽ പോകുമ്പോൾ അവർക്ക് നമ്മളെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് വെളിയിലുള്ളവരെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ മാറിപ്പോകുന്നു. കാരണം നമ്മൾ ടിവിയും മൊബൈലും ഉപയോഗിച്ചിട്ടാണ് അവരുടെ മുന്നിൽ മാതൃകയായത്. ആ മാതൃകയ്ക്ക് ശേഷം അതാണ് അവർ ആദ്യം കണ്ടത്, അത് കണ്ടു ശീലിച്ചു, അതവർ പാലിക്കാൻ തുടങ്ങി. അത് പാലിച്ചതിന് ശേഷം പിന്നെ കാണുന്നത് ഈ മൊബൈലിൽ കൂടെ അവർ പുറം ലോകത്തെയാണ് കാണുന്നത്. പുറം ലോകം കാണുന്ന സമയത്ത് ഇവിടെ അച്ഛനും അമ്മയും പാലിക്കുന്ന നിത്യജീവിതത്തിന്റെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ഈ കുട്ടികൾക്ക് ഹൗസ് കീപ്പിംഗ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. എന്താണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്? വീട് വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല, വീട് എപ്പോഴും അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, അതിന്റെ സൗന്ദര്യാത്മകമായ നിലയിലേക്ക് നിലനിർത്തുക എന്നുള്ളതാണ്. പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിന് റെസിലിയൻസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, പുനഃസ്ഥാപന ശേഷി എന്നാണ് പറയുന്നത്. എന്താണ് പുനഃസ്ഥാപന ശേഷി? ഒരു ജൈവസത്തയുടെ ഏറ്റവും പ്രാധാന്യമുള്ള നൈപുണിയാണ് ആ പുനഃസ്ഥാപന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വീടെന്ന് പറയുന്നത് ഒരു കെട്ടിടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം വീടെന്ന് പറയുന്നത് കെട്ടിടം എന്നുള്ളതിനും അപ്പുറത്തേക്ക് അത് ഒരു ജൈവ വാസ സ്ഥാനമായിട്ട്, ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ജീവന്റെ സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയണം. ഒരു മൃതവസ്തുവായിട്ടുള്ള കെട്ടിടത്തിന് എങ്ങനെയാണ് ഒരു ജൈവ വസ്തുവായിട്ട് മാറാൻ കഴിയുക? അത് അവിടെ ജീവിക്കുന്നവരുടെ ഇടപെടലിലൂടെയാണ് ഉണ്ടാവുക. ആ ജീവിക്കുന്നവരുടെ ഇടപെടലിൽ, പ്രവർത്തനത്തിലല്ല അത് ആദ്യം ഉണ്ടാവുന്നത്. അത് ഏത് വിധത്തിലായിത്തീരണം എന്നുള്ള വിഭാവനത്തിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോ നമ്മുടെ വീടെന്ന് പറയുന്നതിന്റെ ഓരോ ഭാഗവും ശുദ്ധമായിരിക്കുക, വൃത്തിയാവുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് അത് ക്രമമായിരിക്കുക, അത് സുന്ദരമായിരിക്കുക എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിൽ കരുതുന്ന സമയത്താണ് ആ വീടിന് ആ ക്രമം ഉണ്ടാവുക. ഈ വീടിന്റെ ക്രമം എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന സമയത്ത് വീട് ക്രമീകരിക്കുക എന്നുള്ളത് നിരന്തരം ഇപ്പൊ വെസ്റ്റേൺ സിവിലൈസേഷനിലൊക്കെ ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. മുറ്റം തൂത്തുവാരുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് വേറൊരു പരിപാടിയില്ല. ചില വീട്ടമ്മമാര് മുറ്റം തൂത്തുവാരുന്നതിനൊപ്പം മുകളിലൊക്കെ അടിച്ചു തട്ടി അടിക്കുക കൂടെ ചെയ്യും. ഇതിലും അപ്പുറത്തേക്ക് അത് ക്രമപ്പെടുത്തുന്ന രീതിയില്ല. നമ്മുടെ ബെഡ് മേക്കിംഗ് മുതൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ ചെറിയ 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 കാര്യങ്ങൾ, എന്ത് കാര്യം ക്രമം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിലും പുനഃസ്ഥാപിക്കുക. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ വീട്ടിലെ ഇൻവെന്ററി എന്ന് പറയുന്ന സാധനം. നമ്മുടെ വീട്ടിലെ ഗ്രോസറീസ്,
വീട്ടിലെ സാധനങ്ങൾ തീരാറായിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി സൂക്ഷിക്കുക. വീട്ടിലെ ഏതൊരു വസ്തു, ഇപ്പൊ സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, നട്ട്, ബോൾട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ട്രേയിൽ സൂക്ഷിക്കുക. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവയെല്ലാം എടുത്ത് പുനഃസ്ഥാപിക്കുക. ഓരോ തവണയും നമുക്ക് അതിനെ വേണ്ടുന്ന വിധത്തിൽ എടുക്കാൻ പറ്റുക എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഹൗസ് കീപ്പിങ്ങിന്റെ ഭാഗമാണ്. അപ്പോ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ശ്രദ്ധിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിർദ്ദേശങ്ങളിലൂടെ, ആദ്യം മാതൃകയിലൂടെ, പിന്നെ അതിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളിലൂടെ നമ്മളത് പഠിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളിൽ ഇത് വളർത്തുന്നത് അവരുടെ ആന്തരികമായ ക്രമമായിരിക്കും. നമുക്കറിയാം, വെളിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ക്രമം എന്ന് പറയുന്നത് ആന്തരികമായ ക്രമത്തിന്റെ പ്രതിഫലനമാണ്. ഈ ആന്തരിക ക്രമത്തെ പുനഃക്രമീകരിക്കാൻ ബാഹ്യക്രമീകരണം കൊണ്ട് കഴിയും. ഇത് നമ്മൾ കുഞ്ഞുങ്ങളിൽ ഈ ഒരു കാര്യം സന്നിവേശിപ്പിക്കാൻ എന്നുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ മാതൃകയാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിർദ്ദേശങ്ങളിലൂടെ അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എത്തിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു ശേഷി ആർജിക്കുകയും ആ ആർജിക്കുന്ന ഈ നൈപുണി എന്ന് പറയുന്നത് അവരുടെ ആന്തരിക ക്രമീകരണത്തിലേക്ക്, അവരുടെ ശരീരത്തിന്റെ, ജീവിതത്തിന്റെ, മനസ്സിന്റെ, ജൈവതയുടെ ഒരു റെസിലിയൻസിലേക്ക്, പുനഃക്രമീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, തൂത്തുവാരൽ എന്ന് പറയുന്നതോ ഒക്കെ രാവിലെയും വൈകിട്ടും ചെയ്യേണ്ടത്, പിന്നെ അല്ലെങ്കിൽ ഹൗസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മറ്റേ ഇയർലി ചെയ്യേണ്ടത് എന്ന രീതിയിലല്ല നമ്മളത് കണക്കാക്കേണ്ടത്. അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ടത് ഒരു പ്രോസസ്സായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു ചിന്താപദ്ധതി കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ നിൽക്കുന്ന ഇടം എപ്പോഴും ഈ ക്രമീകരണത്തിലൂടെ കടന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ക്രമീകരണം സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നിത്യേന നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് കുറഞ്ഞ സമയം മതി. ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം, ജീവിതത്തിന്റെ ഒരു 10% സമയം ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ, ശരീരത്തെ പുനഃക്രമീകരിക്കുന്ന പോലെ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ, ജീവിത പരിസരത്തെ പുനഃക്രമീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെ ഒരു നിശ്ചയം, നിർണയം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ജീവിതം സുന്ദരമായിരിക്കും. അവർ ജീവിക്കുന്ന സമൂഹവും സുന്ദരമായിരിക്കും. ഇത് പ്രകൃതിയോടുള്ള ആദരമാണ്, പരിസരത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടുള്ള ആദരവാണ്. ആദരവ് മാത്രമല്ല, ഇത് റെസ്പോൺസിബിലിറ്റിയാണ്, ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെയും എത്തിക്കുവാൻ ഓരോ വ്യക്തിയും, ഓരോ മാതാപിതാക്കളും, ഓരോ അയൽക്കാരനും ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന്